ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SDA ജോബ്സിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു ബാങ്ക് ജോബിനെ പറ്റിയാണ്. ധനലക്ഷ്മി ബാങ്ക് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ്. കേരളത്തിലാണ് ജോലി ഒഴിവുകളുള്ളത്. കേരളത്തിലെ ബാങ്കാണ് ധനലക്ഷ്മി ബാങ്ക്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള വിവരങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ടും ലഭിക്കുകയുള്ളൂ. കൂടാതെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടൊന്ന് കിടക്കാം. ബാങ്കിങ് ജോബ് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ധനലക്ഷ്മി ബാങ്ക്, തൃശ്ശൂർ ധനലക്ഷ്മി ബാങ്കാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. 2020, 2021, 2022 കാലഘട്ടത്തിൽ ഡിഗ്രി പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അപ്രൻറ്റീസ് ട്രെയിനിങ്ങിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചിരിക്കുന്നത്. BCom ഏതെങ്കിലും ഒരു സ്ട്രീമിലെ BCom ഉള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ഇതിലേക്കുള്ള വേക്കൻസികൾ പറഞ്ഞിരിക്കുന്നത് 50 വേക്കൻസിയാണ് ഇതിലേക്കുള്ളത്. മന്ത്ലി സ്റ്റൈഫൻഡ് പറയുന്നത് 9,000 രൂപയാണ്. ഒരു വർഷത്തെ കോൺട്രാക്ട് ബേസിലായിരിക്കും ജോലി ഉണ്ടായിരിക്കുക. ലൊക്കേഷൻസ് തന്നിട്ടുണ്ട്: കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട്, എറണാകുളം, കൊല്ലം, കോട്ടയം, തിരുവനന്തപുരം തുടങ്ങി 10 ജില്ലകളിലാണ് ജോലി ഓഫർ ഉള്ളത്. മിനിമം ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. ഏതെങ്കിലും ഒരു സ്ട്രീമിൽ BCom ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. 60% കുറയാതെ 3 വർഷത്തെ ഗ്രാജുവേഷനുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. ഒന്നുകൂടി ഓർക്കുക. ഏജ് ഡീറ്റെയിൽസും റിസർവേഷൻ ഡീറ്റെയിൽസും എല്ലാം പറയുന്നത് ആസ് പെർ അപ്രന്റീസ്ഷിപ്പ് റൂൾ അനുസരിച്ചാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്കുള്ള സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത് കാറ്റഗറീസ് അനുസരിച്ചാണ്. ജനറൽ, SC, ST, OBC അവർക്ക് കിട്ടിയിരിക്കുന്ന മാർക്കിൻ്റെ ബേസിലാണ്, മെറിറ്റ് ലിസ്റ്റാണ് സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത്. ഇതിലേക്ക് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതിലേക്കുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 6/10/2022 ഒക്ടോബർ 6-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും അപ്പോയിൻമെൻറ്റ് നടക്കുന്നത് ഡ്യൂറിങ് 3rd വീക്ക് ഓഫ് ഒക്ടോബർ എന്നാണ്. ഒക്ടോബറിലെ 3rd വീക്കായിരിക്കും ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും അപ്പോയിൻമെൻറ്റൊക്കെ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമുണ്ട് എങ്കിൽ ബന്ധപ്പെടാനായിട്ട് ഒരു ഇമെയിൽ ID തന്നിട്ടുണ്ട്. KLplacement@boot.srp.com എന്ന് പറയുന്നൊരു മെയിൽ ID തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ആ മെയിൽ IDയുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഏത് രീതിയിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ എക്സൽ ഷീറ്റ് ഫില്ലപ്പ് ചെയ്ത് നൽകിയിട്ടാണ്. ഇവിടെ എക്സൽ ഷീറ്റിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ എക്സൽ ഷീറ്റ് എക്സൽ ഫോർമാറ്റിൽ തന്നെ ഫില്ലപ്പ് ചെയ്തിട്ട് തന്നിരിക്കുന്ന മെയിൽ IDയിലേക്ക് ഫോർവേഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിനി ആ എക്സൽ ഷീറ്റ് ഏത് രീതിയിലാണ് ഫില്ലപ്പ് ചെയ്യേണ്ടതെന്ന് കൂടി നോക്കാം. ഇതാണ് എക്സൽ ഷീറ്റിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു എക്സൽ ഷീറ്റ് ഫോർമാറ്റിൽ തന്നെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്തിട്ട് തന്നിരിക്കുന്ന മെയിൽ IDയിലേക്ക് ഫോർവേഡ് ചെയ്യേണ്ടത്. കാൻഡിഡേറ്റ്സിൻ്റെ നെയിമാണ് എഴുതേണ്ടത്. ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നെ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക. പിന്നീട് വരുന്നത് ഫാദേഴ്സ് നെയിമാണ്. പിന്നീട് മദേഴ്സ് നെയിം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ വരുന്നത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഏതാണ്. SC, ST, OBC, അതേഴ്സ് ആണെങ്കിൽ അതുകൂടി ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ PW പേഴ്സൺ ആണെങ്കിൽ yes or no കൊടുക്കേണ്ടതുണ്ട്. ആണെങ്കിൽ yes കൊടുക്കുക, അല്ലെങ്കിൽ നോയാണ് കൊടുക്കേണ്ടത്. മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ പെട്ടവരാണോ, മുസ്ലിം, ക്രിസ്ത്യൻ അങ്ങനെ തുടങ്ങിയവയിൽ പെട്ടവരാണോ എന്ന് എഴുതുക. പിന്നെ നിങ്ങളുടെ ജെൻഡർ മെയിൽ, ഫീമെയിൽ, അതേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ സ്ട്രീറ്റാണ്, അഡ്രസ്സാണ് ഇനി വരുന്നത്. നിങ്ങളുടെ സ്ട്രീറ്റ് ഏതാണ്, ലൊക്കാലിറ്റി ഏതാണ്, സിറ്റി, താലൂക്ക്, ഡിസ്ട്രിക്റ്റ്, പിന്നെ വരുന്നത് സ്റ്റേറ്റ്, പിൻകോഡാണ് വരുന്നത്. പിന്നെ പ്രൈമറി ഇമെയിൽ ID,
പിന്നെ സെക്കൻഡറി ഇമെയിൽ ID, മൊബൈൽ നമ്പർ, BA BSc BCom ഏതാണെന്ന്, നിങ്ങളുടെ ഗ്രാജുവേഷൻ ഏതാണെന്ന് എഴുതുക. പിന്നെ നിങ്ങളുടെ കോളേജിൻ്റെ പേര്, സ്ഥലം, സ്റ്റേറ്റ്, കോളേജ് ഏത് സ്റ്റേറ്റിലാണെന്നുള്ളത് എഴുതണം. പിന്നെ നിങ്ങളുടെ മന്ത് ഓഫ് ഇയർ ഓഫ് പാസിങ് എഴുതേണ്ടതുണ്ട്. പെർസെൻറ്റേജ് ഓഫ് മാർക്ക്, നെയിം ഓഫ് യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ നമ്പർ, 12th അല്ലെങ്കിൽ ഡിപ്ലോമ രജിസ്ട്രേഷൻ നമ്പർ, യൂണിക് ID നമ്പർ, ആധാർ കാർഡ് നമ്പറാണ് കൊടുക്കേണ്ടത്. ഈ ഒരു രീതിയിലാണ് എക്സൽ ഷീറ്റ് ഫില്ലപ്പ് ചെയ്യേണ്ടത്. എക്സൽ ഷീറ്റിൽ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഇൻഫോർമേഷൻ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ഫില്ലപ്പ് ചെയ്യേണ്ടത് എക്സൽ ഫോർമാറ്റിൽ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് സെൻഡ് ചെയ്യേണ്ട മെയിൽ ID ഇവിടെ തന്നിട്ടുണ്ട്. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഇതിൽ അപേക്ഷാ ഫീസിൻ്റെ ആവശ്യമില്ല, അതേപോലെ തന്നെ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. അത് അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിനിങ് ആണ്, 1 വർഷത്തെ അപ്രൻറ്റീസ് ട്രെയിനിങ് ആണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. BComൽ ഏത് സ്ട്രീമിലായാലും BCom ഉണ്ടായിരുന്നാൽ മതി എന്നാണ് പറയുന്നത്. 50 വേക്കൻസി ഉണ്ട്. കേരളത്തിലെ 10 ജില്ലകളിൽ അവസരമുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ടും ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്.